പിതാവിന് ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ശ്രദ്ധിച്ചേ, നിങ്ങൾ തിരുവചനമല്ല കാര്യമായിട്ട് എടുക്കാറുണ്ടല്ലോ അല്ലേ? കാര്യമായിട്ട് എടുക്കാറുണ്ടല്ലോ. ഗ്ലോറി. ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചോളണം. ഈ വാക്യപ്രകാരം നമ്മളിത് ജഡ്ജ് ചെയ്താൽ എങ്ങനെയിരിക്കും? നിങ്ങൾ പഴയ മുഴുവൻ പഠിച്ചല്ലോ അല്ലേ? പഠിച്ചില്ലേ? എത്ര പേര് പഠിച്ചു? ചിലർക്ക് മനസ്സിലായില്ല. ഒറ്റ വാക്യം കൊണ്ട് പഴയ നിയമം മുഴുവൻ പഠിപ്പിച്ചില്ലേ? ഇപ്പോ നിങ്ങൾ ഇല്ലെന്ന് പറയുന്നതോടെയല്ലേ? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണോ നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇത് തന്നെയാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും. ഭർത്താവ് എന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഭർത്താവിനെ അങ്ങ് സ്നേഹിച്ചാൽ മതി. ഭർത്താവ് എന്നെ അടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഹല്ലേലൂയ. ഇതാണ് ന്യായപ്രമാണം. ഇതാ ഇപ്പൊ ആഷിഖ് പാസ്റ്റർ എന്റെ പല്ലെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, ജീവന് പകരം ജീവൻ. ഇതാണ് പഴയ നിയമം. ഹല്ലേലൂയ. നീ എന്ത് വിതച്ചോ അത് നീ ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമം അതിനേക്കാൾ അപ്പുറമാട്ടോ. ഹല്ലേലൂയ. ഗ്ലോറി. അത് അവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല. പക്ഷെ അതൊക്കെ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുതിയ നിയമം വേണ്ടെന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഈ കാര്യത്തിൽ നിൽക്കട്ടെ. ഇനി ഒരു വാക്ക് കൊണ്ട് പഴയ നിയമം കഴിഞ്ഞു. ഇനി പുതിയ നിയമം പഠിക്കണ്ടേ? ഇതിന് ഒരു വാക്ക് പോലും വേണ്ട, 4 വാക്ക് മതി. 4 വാക്ക് കൊണ്ട് പുതിയ നിയമം തീരും. ഇപ്പൊ മത്തായി 7-ാമത്തെ 12-ാം വാക്യത്തിൽ കർത്താവ് എന്താ പറഞ്ഞേ? പഴയ നിയമം മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നീ അവർക്കും ചെയ്യും. ഇനി പഴയ നിയമം കഴിഞ്ഞ ഏത് നിയമം ബാക്കിയുള്ളത്? പുതിയ നിയമം. തൊട്ടടുത്ത വാക്യത്തിലെ 4 വാക്യം കൊണ്ട് പുതിയ നിയമം കഴിയും. ഒന്ന് വായിച്ചേ 13-ാം വാക്യം. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൽ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൽ. പുതിയ നിയമം കഴിഞ്ഞു. എന്തൊരു നല്ല ടീച്ചറാ നമ്മുടെ കർത്താവ്. 1.25 വാക്യം കൊണ്ട് പഴയ നിയമവും കഴിഞ്ഞു, പുതിയ നിയമവും കഴിഞ്ഞു. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൽ. അകത്തെന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൽ വീട്ടിൽ കടക്കാൻ. അതായത് ഈ വാക്യം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 22-ാം അധ്യായം ക്ലോസ് ചെയ്ത് പോയി. ഹല്ലേലൂയ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൽ കഴിഞ്ഞു. ഒറ്റ വാക്യം കൊണ്ട് 4 വാക്യം കൊണ്ട് പുതിയ നിയമം അവസാനിച്ചു. ഇപ്പൊ നിങ്ങൾ പഴയ നിയമം പുതിയ നിയമം പഠിച്ചോ? ഹല്ലേലൂയ. വളരെ എളുപ്പം. നല്ല ടീച്ചറാ കർത്താവായ യേശുക്രിസ്തു. ആ കോളേജിൽ അങ്ങ് ശിക്ഷപ്പെട്ടു, നന്നായിരിക്കും. ഈ ലോകത്തിലെ ഒരു ബൈബിൾ കോളേജിലും കാണത്തില്ല പിന്നെ നിങ്ങൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. പാസ്റ്റർ കെ.സി. ജോൺ നമ്മുടെ പുസ്തകത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ വായിച്ച കാര്യങ്ങൾ ഈ ലോകത്തിൽ ഒരു പുസ്തകത്തിലും ഇത്രയും പ്രായത്തിനിടയിൽ വായിച്ചിട്ടുണ്ട്. എഴുതി വെച്ചിരിക്കുക. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, മനസ്സിലാക്കുക, കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൽ, ദൈവരാജ്യത്തിൽ കടപ്പിൽ. ത്രൂ വാട്ട്? എന്റെ ത്രൂ ദ നാരോ ഗേറ്റ്. ഒരു ഗേറ്റിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഗേറ്റിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ. ആ ഗേറ്റിലൂടെ വേണം അകത്ത് കടപ്പാൻ. ഞാൻ അങ്ങനെയുള്ള ഗേറ്റിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് കേട്ടിട്ടില്ലെങ്കിലും ഈ ഒരു ഗേറ്റിലൂടെ വേണം അകത്ത് കടപ്പാൻ എന്നാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഏതാണോ ആ ഗേറ്റ്? ആ ഗേറ്റ് നിങ്ങൾക്ക് കാണണ്ടേ? ദൈവത്തിന്റെ വചനം പറയുക അവിശ്വാസികളോട്, ഗേറ്റ് അറിയണ്ടേ? എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒമാനിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോ എന്നെ പിടിച്ചു നിർത്തി. ഗേറ്റിൽ പിടിച്ചു നിർത്തി. ഒരു രാജ്യത്ത് നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഗേറ്റ് ഉണ്ട്, വേറെ രാജ്യത്തിന്റെ അകത്ത് കയറാനും ഗേറ്റ് ഉണ്ട്. ഗേറ്റിന്റെ പേര് പറയാമോ നിങ്ങൾക്ക്? ഇമിഗ്രേഷൻ എന്ന ഗേറ്റ്. നിങ്ങൾ ഈ കോഴിക്കോട് പട്ടണത്തിൽ എയർപോർട്ട് ഉണ്ടല്ലോ,
ഇവിടെ നിന്നോ നിങ്ങൾ അമേരിക്കയിലേക്കോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കോ പോകണമെങ്കിൽ എന്ത് ക്രോസ് ചെയ്യണം? ആദ്യം ഇവിടത്തെ ഇമിഗ്രേഷൻ ക്രോസ് ചെയ്യണം. ഇവര് ചെക്ക് ചെയ്യണമെന്നറിയാമോ? ഈ രാജ്യത്തൊന്ന് പോകാൻ നിനക്ക് യോഗ്യത ഉണ്ടോ എന്ന. ഹല്ലേലൂയ. ഇതുപോലെ സ്പിരിറ്റ് വേൾഡിലെ ഗേറ്റ് ഉണ്ട്. പഴയ നിയമകാലത്ത് ഒരുവന് പോലും ഈ ലോകം ഭരിക്കുന്ന പിശാചിന്റെ ഗേറ്റ് വിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, പിടിയിലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ആ ഗേറ്റ് ഓപ്പൺ ചെയ്തു. ഹല്ലേലൂയ. അന്ന് ആ സഭ തുടങ്ങിയത്. കർത്താവ് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഗേറ്റ്സ് ഓഫ് ഹെൽസ്, പാതാളത്തിന്റെ ഗേറ്റുകൾ ഇനിയും പിടിച്ചു കെട്ടത്തില്ല. പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാരെയും പിടിച്ചു കെട്ടിയെങ്കിൽ സഭയിൽ കയറുന്ന ഒരുവനെ പോലും പിടിച്ച് കെട്ടുവാൻ ഈ ഗേറ്റിന് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇത്രയുള്ള സഹോദരങ്ങളെ, ഇതുവരെയും നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോകാൻ കഴിയത്തില്ലായിരുന്നു. നിങ്ങളുടെ പേരിലൊരു കേസ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇമിഗ്രേഷൻ ചെല്ലുമ്പോൾ കമ്പ്യൂട്ടറിൽ കേസ് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ വഴി തിരിച്ചു പോകുമ്പോൾ കേസെല്ലാം അവസാനിച്ചിട്ട് പോകാം. യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോ നിങ്ങളുടെ കേസ് അവസാനിച്ചു. നിങ്ങളുടെ കേസ് സെറ്റിൽ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് പോകാം. ഇനി വിശ്വാസികൾക്ക് ഒരു ഗേറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ, ദൈവരായിട്ട് കയറാൻ. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ക്രോസ് ചെയ്തു. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറി. നിങ്ങൾ നേരെ അമേരിക്ക ന്യൂയോർക്കിൽ ചെന്നിറങ്ങി. ന്യൂയോർക്കുകാർ നിങ്ങൾ കേട്ടു. ഇന്ത്യയിൽ നിന്ന് വന്നപ്പോ ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള പെർമിഷൻ ഉണ്ടോന്നായിരുന്നു നോക്കിയത്. അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിയപ്പോ അവര് നോക്കാൻ വേണ്ടി എന്തുവാ? അമേരിക്ക കയറാനുള്ള പെർമിഷൻ ഉണ്ടോ? അപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല ഗേറ്റ്, എവിടെയും കൂടിയുണ്ട് ഗേറ്റ്. അമേരിക്കയിലുണ്ട് ഗേറ്റ്. ഇതേപോലെ ലോകത്തിൽ മാത്രമല്ല ഗേറ്റ്, ദൈവരാജ്യത്തിലേക്ക് കയറാനുണ്ട് ഗേറ്റ്. മനസ്സിലായോ? ഈ ഗേറ്റിനെ കുറിച്ച് ആ ദൈവത്തിന്റെ വചനം 2 Corinthians 5:10 പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് കൊരിന്ത്യ സഭയിലെ സകല രക്ഷിക്കപ്പെട്ട വിശ്വാസികളും യേശുക്രിസ്തുവിന്റെ ഈ ന്യായാസനത്തിന് മുമ്പാകെ, ഗേറ്റിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. വായിച്ചിട്ടില്ലേ ഗേറ്റിനെ കുറിച്ച്? നമ്മൾ ചിന്തിച്ചു. പക്ഷേ 10 വർഷം കയറിപ്പോക്കോ എന്ന് പറയുന്നത് ചിന്തിച്ചോ? ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചാട്ടെ 2 Corinthians 10. ഇത് ആരോടെ പറഞ്ഞെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇത് ആരോടെ പറഞ്ഞെന്ന് അറിയാമോ നമുക്ക്? ബ്രദറെ, ജാതികളോട് അല്ല, കൊറിന്ത്യ സഭയിലെ യേശുവിൻ രക്തത്താൽ കൃപയാൽ വിശ്വാസത്താൽ സൗജന്യമായി രക്ഷിക്കപ്പെട്ട ജനത്തോടെ ഇത് പറയണേ. വായിച്ചു. അവന് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കോണം പ്രാപിക്കേണ്ടത് നമ്മെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഏത് ന്യായാസനത്തിന് മുമ്പാകെ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാ. Glory to God. Hallelujah. അപ്പൊ അവിടെ ന്യായാധിപതി ആരാ? ന്യായാധിപതി ആരാ? ക്രിസ്തുവാ. ഇനി നിങ്ങൾക്കറിയാമല്ലോ, SSLC പരീക്ഷയ്ക്ക് നടന്നതിന് മുമ്പ് ഒരു മോഡൽ എക്സാം ഉണ്ടാകും. എന്തിനാ മോഡൽ എക്സാം? എന്തിനാ മോഡൽ എക്സാം? SSLC യഥാർത്ഥ എക്സാം വരികയാ. ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഒന്ന് ഒരുങ്ങിക്കോ എന്നുള്ള സന്ദേശം ഈ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയ മോഡൽ എക്സാം. ശരിയാണോ? ഇതേപോലെ കർത്താവ് ഒരു മോഡൽ ജഡ്ജ്മെന്റ് എന്റെ ത്രൂത ന്യായോ കേട്ടില്ലേ പറഞ്ഞേ? ഈ ന്യായോ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? ഇടുങ്ങിയതാണ്. നമുക്കറിയാം, ഇവിടെ ഒരു നമ്മുടെ ഈ ഇന്ത്യയിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, AMI എന്ന് പറഞ്ഞുകൊണ്ട്. വളരെ ടഫാ. ഒരു 2 BE പാസ്സായാൽ പോലും ചിലപ്പോൾ പലപ്പോഴും ഈ ഡിഗ്രി കോഴ്സ് പാസ്സാകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ പറയുകയാണ് എന്റെ ത്രൂ ദ നാരോ ഗേറ്റ്, ഇടുക്കു വാതിലുടെ അകത്ത് കിടപ്പിൽ, ദൈവരാജ്യത്തിൽ കടപ്പിൽ. ഇനി ആ ഒരു വാതില് കർത്താവ് പ്രസന്റ് ചെയ്യുക.
മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23. അവിടെ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇന്ന് നമുക്ക് ഒരു മോഡൽ എക്സാം നടത്തി നോക്കാം. നമ്മൾ തീർന്നു വന്ന് കയറത്തില്ല എങ്കിൽ ഇന്ന് നമ്മുടെ സൗഭാഗ്യകാലമാണ്. കാരണം നമുക്കൊന്ന് മാറ്റി എഴുതാം. ഹല്ലേലൂയ. നമ്മൾ അറിയാതിരുന്നാലോ ഒന്ന് വായിച്ചേ. എന്നോട് കർത്താവ് കർത്താവ് എന്ന് പറയുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നിടത്ത് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പൊ എക്സാം എഴുതുന്നാരാ? നമ്മൾ ഓരോരുത്തരും എക്സാം എഴുതുന്നേ. നമ്മൾ യേശുക്രിസ്തു 2 പേരോട് ഉത്തരം പറയുക. ഈ ഒരു കൂട്ടരും പറഞ്ഞ കാര്യം, ആ ജഡ്ജ്മെന്റ് സീറ്റിന്റെ അവിടെ ചെന്ന് ഒരു കൂട്ടരും പറഞ്ഞ കാര്യം എന്നതാണ്. ആ ജഡ്ജ്മെന്റ് സീറ്റിന്റെ അവിടെ ചെന്ന് ഒരു കൂട്ടർ പറയാ, യേശുവെ നിന്നെ ഞങ്ങൾ കർത്താവായി സ്വീകരിച്ചവരാ. നമ്മൾ ചെന്നിട്ട് അതാണോ പറയാൻ പോണേ? നിന്നെ ഞങ്ങൾ കർത്താവായി സ്വീകരിച്ചവരാ. യേശു അവരോട് എന്താ പറയണേ? എന്റെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവരും അല്ല. യേശു അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലെന്നാ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവരും അല്ല. നമ്മളൊരു കൺവേർഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്താ? നമുക്ക് മാറണ്ടേ? അനേകരെ കൊണ്ട് യേശുവിനെ കർത്താവായി സ്വീകരിപ്പിക്കുക, രക്ഷിക്കപ്പെടുക. 10 പേര് രക്ഷിക്കപ്പെട്ട നമ്മൾ 10 പേര് അനുഗ്രഹമായിരുന്നു. അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ ഈ ജഡ്ജ്മെന്റ് ചെയ്ത് നോക്കിയപ്പോ അവിടെ കൊണ്ട് യേശു നിർത്തുന്നില്ല. അവിടെ കൊണ്ട് യേശു നിൽക്കുന്നില്ല. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നിട്ട് പറയുകയാണ് എനിക്ക് ഫിനിഷിംഗ് പോയിന്റ് കാണുന്ന ബഹുമാനം വേണം. പിന്നെ കർത്താവ് സിലബസ് പറഞ്ഞു കൊടുത്തു. മക്കളെ, ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ സിലബസ് എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നത് മാത്രമല്ല. ഇവിടെ സിലബസ് പറഞ്ഞു കൊടുത്തു. എന്താ സിലബസ്? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. കേൾക്കുന്നവരല്ല, ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം. എവിടെ 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 എവിടെ? അപ്പൊ ഇത് എങ്ങോട്ട് കിടക്കാനുള്ള ഗേറ്റാ? ഇത് എങ്ങോട്ട് കിടക്കാനുള്ള ഗേറ്റാ? ഇത് രക്ഷിക്കപ്പെടുന്ന ഗേറ്റ് അല്ല, ഇത് സ്വർഗരാജ്യത്തിൽ കടക്കണ ഗേറ്റാണ്. മനസ്സിലായോ? കർത്താവ് എന്താ പറഞ്ഞേ? ഈ ഇടുക്ക് ഗേറ്റിലൂടെ, ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പിൽ. എന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവരുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഈ വാക്ക്? ഈ ഗേറ്റില് നിങ്ങളും ഞാനും പോയിരുന്നാൽ അകത്ത് ഓരോ പുറത്തു പോകും. മോഡൽ എക്സാം. വേറെ ഞങ്ങൾ കേട്ടതല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കേട്ടില്ലേ കർത്താവ് പറഞ്ഞു സിലബസ് എന്താണ്? സിലബസ് എന്താണ്? കർത്താവ് പറഞ്ഞു എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിച്ചോണ്ടിരിക്കുന്നതല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം കേൾക്കുന്നതുമല്ല, അത് ചെയ്യുന്നതാ. സ്വർഗരാജ്യത്തിൽ കയറുവാണ് സിലബസ്. സിലബസ് മാറി എഴുതരുത്. 10ാം ക്ലാസ്സിൽ കുട്ടി നന്നായി എഴുതി, പക്ഷെ 9ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയത് പാസ്സാവും. സിലബസ് മാറി എഴുതരുത്. ഇഷ്ടം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ, അറിയണം. ഇതല്ലേ കർത്താവിന്റെ വചനം പറയുന്നത്. ആകയാൽ എഫേസ്യ സഭയിലെ, കോഴിക്കോട് സഭയിലെ, എറണാകുളം സഭയിലെ, കേരളത്തിലെ സഭയിലെ ജനമെ ബുദ്ധിഹീനരാകാതെ ദൈവമിഷ്ടമില്ലെന്ന് തിരിച്ചറിയ, സിലബസ് തിരിച്ചറിയ. ഹല്ലേലൂയ. കാരണം നിനക്ക് ദൈവരാജ്യം വേണ്ടേ? ദൈവരാജ്യം വേണ്ടേ? ദൈവരാജ്യത്തിന്റെ സുവിശേഷം വെറും സുവിശേഷമായി മാറി. അതുകൊണ്ട് ദൈവരാജ്യം മനുഷ്യ മനസ്സുകളിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്. വെളിപ്പാടുകളുടെ ആഴത്തിലേക്ക് കടന്നു വരണം. കരടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ. ആര് നമ്മുടെ മധ്യയുണ്ട്? കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പരാജയപ്പെട്ടു, ആ ഗേറ്റിൽ ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട.
പക്ഷെ തുടർന്ന് ഇതേപോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ സങ്കടപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയരെ, ഇതുവരെ ഉണ്ടായ റിസൾട്ട് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടായതൊക്കെ ചെയ്താൽ മതി, ഇതുവരെ ചെയ്തോണ്ടിരുന്നത് ചെയ്താൽ മതി. പക്ഷെ വ്യത്യസ്തമായ റിസൾട്ട് വേണമെങ്കിൽ ഇന്നുള്ളത് വ്യത്യസ്തമായി തന്നെ ചെയ്തോളണം. ഹല്ലേലൂയ. ഗ്ലോറി. തീരുമാനം കേൾക്കുന്ന ദൈവജനത്തിൻ്റെതാണ്. ഇനി അടുത്തൊരു കൂട്ടം. ഇപ്പൊ നമ്മുടെ കൺവെൻഷന്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലായല്ലോ, ആളുകളെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പിക്കുക. ഒരു തെറ്റുമില്ല. ദാറ്റ്സ് നീഡഡ്. ദാറ്റ്സ് എ ബിഗിനിങ് പോയിന്റ്. അത് ആരംഭമാണ്. ഇനി അടുത്തത്, ഇത് കേട്ട ഒരു കൂട്ടം ദൈവദാസന്മാർ ഞെട്ടിപ്പോയി. വിശ്വാസികളെ കഴിഞ്ഞേ മനസ്സിലായി. ഇത് ദൈവദാസന്മാരെ ഇവര് ഞെട്ടി ഒരു പോക്ക് വരിക. കാരണം ഇവരുടെ ജീവിതകാലം മുഴുവൻ സുവിശേഷം അറിയിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും പ്രവചിക്കാനും ഒക്കെ ഒഴിഞ്ഞു വെച്ച പാർട്ടികളാണ്. അപ്പൊ എത്ര പേരെ കർത്താവിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും? ഇവരങ്ങനെ കർത്താവിനോട് പറയുക, കർത്താവേ നിന്റെ നാമത്തിൽ. കണ്ടോ എന്താ അങ്ങനെ പറയാൻ കാരണം? ഹൃദയം നിറഞ്ഞു കവിയുന്നതാ അദ്ദേഹം സംസാരിക്കുന്നത്. ഇവർ പോലും അറിഞ്ഞില്ല. ഇവര് പോലും അറിഞ്ഞിട്ടില്ല. ഇവർ ഓടിയ ഓട്ടം, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ പ്രവചിച്ചു, ഞങ്ങൾ അത്ഭുതങ്ങളെ ചെയ്തു. ജഡ്ജി എന്താ തിരിച്ചു പറഞ്ഞെന്നറിയാം? അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവരുടെ ചിന്തയിൽ ഇവർ പ്രവർത്തിച്ചത് എന്തുവാ? ഈ ദേവദാസന്മാരുടെ ചിന്തയിൽ ദേവദാസന്മാർ പ്രവർത്തിച്ചത് എന്തുവാ? നല്ലതാ. പക്ഷെ ക്രിസ്തുവിന്റെ ചിന്തയിൽ ക്രിസ്തു എന്താ പറയണേ? നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റം വേണ്ടേ? നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റം വേണ്ടേ? നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റം വേണ്ടേ? എന്താണ് യേശുവിന്റെ ചിന്ത എന്ന് അറിഞ്ഞിട്ട് അതിനൊന്ന് റീപൊസിഷൻ ചെയ്യണ്ടേ? ഹല്ലേലൂയ. അല്ല ഇതിനെ കടുപ്പിടുത്തം പിടിച്ചുകൊണ്ട് നേരെ പോയി കുഴി വീണോ? ഒരാവശ്യവുമില്ല. ദൈവം നല്ലവനാ, സ്നേഹനിധിയാ. ദൈവം നമുക്ക് പറഞ്ഞു തരിക, ചെയ്തെടുക്കുവാൻ വേണ്ടി പറഞ്ഞു തരികയാണ് നമുക്ക്. കാരണം കർത്താവിനെ സ്തോത്രം ചെയ്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഇനി നമുക്ക് നോക്കിയേ, ഇപ്പൊ രണ്ടാമത്തെ ഈ ദേവദാസന്മാര് പറഞ്ഞുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ 10 പേര് രക്ഷിക്കപ്പെടുക മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, പ്രവചനം നിറച്ച് എല്ലാവരോടും പ്രവചനം നടത്തി, രോഗികൾ അനേകം സൗഖ്യമായി. ഈ മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ എന്നാ പറയും? വേറെ അനുഗ്രഹമൊന്നുമല്ലാണ്ട് റിവൈവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിവൈവലായിരുന്നു. കഴിഞ്ഞില്ലേ? ഇപ്പൊ നമ്മുടെ ചിന്തയിലെ കൺവെൻഷന്റെ ക്രൂസൈഡിലെ സകല പരിപാടി അവിടെ പ്രത്യക്ഷപ്പെട്ടില്ലേ? പ്രത്യക്ഷപ്പെട്ടോ? ഒരെണ്ണത്തിനെ കർത്താവകത്ത് കയറ്റിയോ? ഒരെണ്ണത്തിനെ കർത്താവകത്ത് കയറ്റിയില്ല. ഒന്ന് റീതിക്ക് ചെയ്യണ്ടേ? റീതിക്ക് ചെയ്യണ്ടേ? ഹല്ലേലൂയ. ഞാൻ ഒരിക്കലേ ഒരു ദൈവദാസൻ ലെവലുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞപ്പോ, ബ്രദറെ കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഇവരൊന്നും അറിയുന്നില്ലല്ലോ ബ്രദറെ. ഞാനിത് അങ്ങനെ തന്നെ കർത്താവിന്റെ അടുത്ത് വെച്ചു. കർത്താവേ, ജനം പറഞ്ഞതെങ്കിൽ ഇവര് ഇങ്ങനെയൊന്നും ഇവര് പലർക്കും അറിഞ്ഞുകൂടും. ഓണെ കർത്താവിന്റെ ദൈവത്താന്ന് ഞാനറിയാമോ? ലാസറിന്റെയും ധനവാന്റെയും കഥ. ധനവാന്റെ അപേക്ഷ ലാസർ പോയിട്ട് പറയട്ടെ, അവർ വിശ്വസിക്കുന്നു. ഉടനെ തന്നെ ദൈവത്തിന്റെ പ്രതിരൂപം പോലെ അബ്രഹാം പിതാവ് എന്നാ പറയുന്നറിയാമോ? അവർക്ക് അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അവര് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ ലാസർ പോയി പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. എന്നോട് കഥ എന്താ പറയുന്നറിയാമോ? അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടെന്നല്ല, അത് സിലബസ് കഴിഞ്ഞതാ. എന്നോട് പറയാ, അവർക്ക് അവിടെ മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും പിന്നെ പൗലോസും പത്രോസും ജോണും യൂദയൊക്കെ അവിടെ ഉണ്ടല്ലോ. അവർക്കത് വായിച്ചു നോക്കിക്കൂടെ? അവർക്കത് വായിച്ചു നോക്കിക്കൂടെ? ഇവര് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എങ്കിൽ
മനസ്സിലായോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇല്ലേ? നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇല്ലേ? ഹല്ലേലൂയ. ഇത് പറയുന്നത് മാർട്ടിൻ ലൂതറിന്റെ മുമ്പിലത്തെ ആളുകളാണെങ്കിൽ കർത്താവ് ഒരു പക്ഷേ കേൾക്കുമായിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാ, നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, മനസ്സിലാക്കുക, ഇടുക്ക് വാതിലൂടെ അകത്ത് ദൈവരാജ്യത്തിൽ കടക്കും. ആമേൻ. ഗ്ലോറി. ഞാൻ നിങ്ങളെ സ്ക്രീനിലൂടെ ചില കാര്യങ്ങൾ സഹായിക്കാം. കാരണം ഇവിടെ കർത്താവ് പറയുന്നത് അവസാനത്തിൽ നിന്ന് ആരംഭിക്കാനാണ് പറയുന്നത്. ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നും അവസാനിപ്പിക്കാതെ ആരംഭിക്കത്തില്ല. നമ്മൾ അങ്ങനെയായിരിക്കണം. ആകെ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുഗ്രഹിപ്പിനെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിന്റെ പ്രത്യേകത ഒന്ന് അവസാനിപ്പിക്കാതെ ആരംഭിക്കത്തില്ല. യെശയ്യാ 46:10 പറയുക, അവൻ ആദ്യം തന്നെ അവസാനം പ്രഖ്യാപിക്കുന്നു. ഹി ഡിക്ലെയർ ദ എൻഡ്. അവസാനം ഡിക്ലെയർ ചെയ്യുന്നു. ആദ്യം തന്നെ അവസാനം പ്രഖ്യാപിക്കുന്നു. അപ്പൊ അവസാനിപ്പിച്ചിട്ടാണ് ദൈവം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്തേ. Glory to God. Hallelujah. Jesus, we thank you, Lord. വാക്യം വായിച്ചാട്ടെ. യെശയ്യാ 46:10. He declaring the end from the beginning. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. അപ്പോൾ ദൈവം ആരംഭത്തിൽ എന്ത് പ്രഖ്യാപിക്കുക? അവസാനിപ്പിച്ചിട്ടാണ് ദൈവം ആരംഭിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഒരു കാര്യം അവസാനിപ്പിച്ചിട്ട് ആരംഭിക്കുക. ഇപ്പൊ പിതാവ് ചെയ്യുന്ന പോലെ പുത്രൻ ചെയ്യുന്നുണ്ടോ? പുതിയ നിയമം എങ്ങനെ ചെയ്തേ? പുതിയ നിയമം പുത്രൻ എങ്ങനെ ചെയ്തേ? അവസാനിപ്പിച്ചിട്ട് ആരംഭിക്കണേ. എന്താ നമ്മളോട് പറഞ്ഞേ? ഇടുക്കുവാതിലൂടെ അകത്ത് കിടന്ന് അവസാനിപ്പിച്ചു എന്നിട്ട് ആരംഭിക്കാൻ പറയാ. ഹല്ലേലൂയ. അപ്പോ എഫെസ്യർ 5-ാം അധ്യായം പറയുന്നത് പോലെ ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. ശ്രദ്ധിച്ചു കേട്ടുള്ള ചില അവിടെ ഇവിടെയും ചില പില്ലറുകൾ നട്ടുകൊണ്ടിരിക്കുക. പണിയാൻ ഒരു ബിൽഡിംഗ് പണിയാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഇനി ഇത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം. കർത്താവ് എന്നെ പഠിപ്പിച്ചത് ആരംഭത്തിൽ നിന്ന് ആരംഭിച്ചാൽ നമ്മൾ അവിടെ ഇവിടെ പോയി സ്റ്റക്കാവും. അതുകൊണ്ട് അവസാനത്തിൽ നിന്ന് ആരംഭിക്കുക. നിങ്ങൾ ഈ പാലരമ, പൂമ്പാറ്റ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മാസികകൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്. ഇപ്പൊ ഞാൻ കണ്ടിട്ട് ആളുകൾ പറയാം. ഇങ്ങനെയുള്ള മാസികകളിൽ അതായത് വഴി കണ്ടുപിടിക്കുക, ഫൈൻഡ് ഔട്ട് ദ വേ എന്നും പറഞ്ഞ ചില കളിയുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ഒരു കൊച്ച് അമ്മയുടെ അടുത്ത് നഷ്ടപ്പെട്ടു പോയി. ഈ കൊച്ചിന് അമ്മയുടെ അടുക്കൽ എത്തണം. അതിന് വഴി കണ്ടുപിടിക്കുക. അങ്ങനെ വഴി കണ്ടുപിടിക്കുവാനായിട്ട് നമ്മൾ തുടക്കത്തിൽ നിന്ന് ആരംഭിച്ച് ഇടയ്ക്ക് അവിടെ പോയി സ്റ്റക്കാവും. ശരിയല്ലേ? ഹല്ലേലൂയ. പക്ഷെ കർത്താവ് എന്നൊരു പരിപാടി പറഞ്ഞു, മോനെ ആരംഭത്തിൽ നിന്ന് ആരംഭിച്ചാലേ നീ സ്റ്റക്കാവും. നീ ആരംഭത്തിൽ നിന്ന് ആരംഭിക്കാതെ അവസാനത്തിൽ നിന്ന് ആരംഭിച്ചാൽ നീ സ്റ്റക്കാകത്തില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവം ഇത് തന്നെ ചെയ്യണേ. ആരംഭത്തിൽ നിന്ന് ആരംഭിക്കാതെ അവസാനത്തിൽ നിന്ന് ആരംഭിക്കുക. നമ്മുടെ ലോകത്ത് നടക്കുന്ന മേജർ സുവിശേഷീകരണങ്ങളും ആരംഭത്തിൽ നിന്ന് ആരംഭിക്കുക. എന്നാൽ പിതാവ് ചെയ്യുന്നത് അവസാനത്തിൽ നിന്ന് ആരംഭിക്കുന്നു, പുത്രൻ ചെയ്യുന്നത് അവസാനത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിതാവ് ചെയ്യുന്നത് പോലെ. ആകെ പ്രിയ മക്കൾ എന്നതുപോലെ പിതാവിനെ അനുകരിപ്പിൻ. പക്ഷെ നമ്മൾ ആരംഭത്തിൽ നിന്ന് ആരംഭിക്കുന്നു. നമ്മുടെ പ്രശ്നം ഇതാണ്. ആമേൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാവും. Glory to God. Hallelujah. ശ്രദ്ധിച്ചാട്ടെ. ഇതാണ് ഗെയിം. നിങ്ങൾക്ക് പലർക്ക് താല്പര്യമുള്ള ഗെയിമാണ്. ഗെയിമൊക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. ഈ കുട്ടിക്ക് തന്റെ അമ്മ നഷ്ടപ്പെട്ടു പോയി, കാണാതെയായി. ഇനി അമ്മയുടെ അടുക്കൽ എത്തണം. ഇതാണ് കളി. തുടർന്ന് ഇതേപോലെ തന്നെയാണ് ദൈവരാജ്യത്തിലെ
ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമ്മളോട് കർത്താവ് ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ എന്ത് കുടിക്കും എന്ത് കൊടുക്കുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോട് എന്തന്വേഷിക്കാനാ പറഞ്ഞേ? ദൈവരാജ്യം അന്വേഷിക്കാനാ പറഞ്ഞേ? ഇത് ആരെങ്കിലും ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ? അപ്പൊ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് കർത്താവ് നമ്മളെ സഭയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇന്ന് 38,000 ഡിനോമിനേഷൻസ് ഉണ്ട്. ഇതിനകത്ത് തട്ടി നോക്കിയാൽ മതി. ഇവരെല്ലാവരും പറയാൻ എന്നാന്നറിയാമോ? ഞങ്ങൾ വഴി അങ്ങോട്ട് പോകാൻ, ഇങ്ങോട്ട് പോരെ. നമ്മൾ നമ്മുടെ മാനുഷിക ദൃഷ്ടിയൊക്കെ നോക്കി, നമ്മുടെ മാനുഷിക ദൃഷ്ടി എപ്പോഴും എവിടെ ആള് കൂടുതലുണ്ടോ അവിടെ പോകണമെന്നാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ജനാധിപത്യ സംവിധാനമാണല്ലോ, അങ്ങോട്ടേക്ക് ചിന്തിക്കും. അപ്പോ നമ്മൾ പല രീതിയിൽ ഇതാണ് പുതിയ ദർശനം. ഈ കാണുന്നതാണ് നമ്മൾ ഓരോരുത്തർ തല തുറന്ന് നിൽക്കണുണ്ടോ? ക്വസ്റ്റ്യന്മാർക്ക് ഏത് വഴി കയറും? ഒരു പട്ടണത്തിൽ ചെന്നാൽ എവിടെ ഏത് വഴി വേണം കയറാൻ? നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ കയറാനല്ല, നീ ഇവിടെ നിന്ന് കയറാനാ. നീ അവസാനത്തിൽ നിന്ന് ആരംഭിക്കാനാ പറഞ്ഞേക്കാം. ഹല്ലേലൂയ. നമ്മൾ ചെയ്ത ഈ തുടക്കത്തിൽ തന്നെ ഈ വ്യക്തിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ വ്യക്തി ഒരു വഴി കണ്ടു, ആ വഴിയിലൂടെ കയറാന്ന് വിചാരിച്ച് ചാടി, നേരെയുള്ള വഴി ചാടി കയറി ഇവിടെ നിന്ന് ആരംഭിച്ചു പുതിയ യെരൂശലേമിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പോകാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ ആരംഭിച്ച് ഇവിടെ വന്നപ്പോ വഴി അടഞ്ഞു. അവിടെ വന്നപ്പോ ജഡ്ജ്മെന്റ് സീറ്റിൽ അവിടെ പറഞ്ഞു, എന്നെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, വഴി അടഞ്ഞു. വഴി കൂട്ടി. ഇനി അന്നാ പിന്നെ SLCക്ക് തോറ്റു, പാലാ കോളേജിൽ പഠിച്ച് 2ാമതെന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റുമോ? ഇതൊന്നും പറ്റത്തില്ല. അതോടുകൂടി പോയി. ഇനി വേറൊരു വ്യക്തി അവർ ചിന്തിച്ചു, എന്നാൽ എനിക്ക് താഴ്മയുടെ മാർഗത്തിൽ പോകാന്ന് വെച്ചാൽ കുറച്ചൊരു താഴ്ത്ത വഴി തെരഞ്ഞെടുത്തു. താഴ്ത്ത വഴി തെരഞ്ഞെടുത്ത് പിന്നെ തിരിച്ചു വന്നതേ അത് തിരിച്ചങ്ങോട്ട് തന്നെ ഇറങ്ങി. ഹല്ലേലൂയ. എന്നാ പിന്നെ വേറെ വാർത്ത ചിന്തിച്ചു, എന്നാ പിന്നെ ഉയരത്തിലെ വഴിക്ക് ഞാൻ കയറാം. അഭിഷേകത്തിന്റെ ശക്തിയുടെ ബലത്തിന്റെ വഴികൾ ഞാൻ കയറാൻ പോവുകയാണ്. ഉയരത്തിലെ വഴി കയറാൻ ആ പുള്ളിക്കാരൻ കയറി. അങ്ങനെ കയറി ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഞാൻ അടുത്തെത്തി കൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോ അവിടെ വഴി കൂട്ടി. അത്ഭുതങ്ങളും അടയാളങ്ങളും അതും ഇതൊക്കെ ചെയ്തു പറഞ്ഞ കർത്താവ് പറഞ്ഞ അധർമ്മം പ്രവർത്തിക്കുന്നവരെ വിട്ടുപോകും. ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ അർത്ഥം തുടക്കത്തിൽ നിന്നല്ല തുടങ്ങേണ്ടേ, അവസാനത്തിൽ നിന്ന് ആരംഭിക്കുക. ദൈവം പറയുന്നത് അവസാനത്തിൽ നിന്ന് ആരംഭിക്കുക. ഹല്ലേലൂയ. നമുക്ക് അവസാനത്തിൽ നിന്ന് ആരംഭിക്കാം. ഹല്ലേലൂയ. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ ത്രൂത നാരോ ഗേറ്റ്, ഇടുക്കും വഴിയിലൂടെ അല്ലെങ്കിൽ വാതിലിലൂടെ അകത്ത് കടക്കെ. അപ്പൊ കടക്കുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങണം. ഹല്ലേലൂയ. അങ്ങനെ തുടങ്ങിയാലേ ഇതാണ് പോയിന്റ്. ശ്രദ്ധിച്ചാട്ടെ, ആ കിടക്കുന്ന പോയിന്റിൽ നിന്ന് ആരംഭിക്കും. അങ്ങനെ നമ്മൾ ആരംഭിച്ചു, താഴേക്ക് വന്നു എത്തത്തില്ലെന്നൊക്കെ തോന്നി. പല പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വന്നുവെങ്കിലും വളരെ ദൂരെയായിട്ട് തോന്നുന്നു. പക്ഷേ ഇതിലൂടെ എല്ലാം കടന്നു വരികയാണ്. കടന്നു വന്ന് നേരെ വന്ന് താഴേക്ക് വന്ന് എത്തിപ്പോയല്ലോ. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇനി ആരംഭത്തിൽ തുടങ്ങണം, അവസാനം തുടങ്ങണം? അവസാനത്തിൽ നിന്ന് തുടങ്ങണം. ഗ്ലോറി ടു ഗോഡ്. ഇതുകൊണ്ടാ കർത്താവിന്റെ വചനം പറയുന്നത്, ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഹല്ലേലൂയ. കർത്താവ് നല്ലവനാണോ? അയാൾ കിട്ടാത്ത എന്ത് പറഞ്ഞില്ലേ? കർത്താവിനെ കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്തേ. Glory to God. ഇനി ശ്രദ്ധിച്ചാല് എന്താണ് മത്തായിയുടെ സുവിശേഷം 7-21 വാക്യങ്ങളിൽ ആ ജനങ്ങൾക്കും ദൈവദാസന്മാർക്കും പറ്റിയത് ശ്രദ്ധിച്ചു കേൾക്കുക. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താക്കുകയും
നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും. ശ്രദ്ധിച്ചാലേ പ്രിയരെ, സുവിശേഷത്തിന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ആരംഭ ഭാഗവും അവസാന ഭാഗവും പ്രയോഗം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് കാണാം ഈ റെഡ് പോയിന്റിൽ നിന്ന് കാണുന്ന ലോകം വേൾഡ്. തുടർന്ന് ഈ കാണുന്നതാണ് സഭ, ചർച്ച്. തുടർന്ന് ഈ നക്ഷത്രത്തിൽ ഗ്രീൻ കളറിൽ കാണുന്നതാണ് കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതിന്റെ ഭാഗങ്ങൾ. ഇവിടെ സ്ക്രീനിൽ എഴുതിക്കുന്നത് ശ്രദ്ധിക്കാം. ചർച്ച് ഈസ് ദ റിക്രൂട്ട്മെന്റ് സെന്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. So we must prepare ourselves as per godly standard to avoid the greatest shock. ഇപ്പൊ ഈ മത്തായി 7:21-22 വാക്യങ്ങളിൽ ആ ജനങ്ങൾക്കും ദേവദാസന്മാർക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കല്ല കിട്ടിയേ? ഷോക്കാണ് കിട്ടിയേ ഇല്ലേ? അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കിക്കോ, ചർച്ച എന്ന് പറയുന്ന ദൈവരാജ്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് സെന്ററാണ്. ചർച്ച് വേറെ രീതിയിൽ പറഞ്ഞാൽ ചർച്ച ഒരു സ്ത്രീയാണ്. ചർച്ച് വേറെ രീതിയിൽ പറഞ്ഞാൽ ചർച്ച് ഒരു ഇൻക്യുബേറ്ററാണ്. ഇൻക്യുബേറ്റർ. സ്ത്രീകൾക്കെല്ലാം ഗർഭപാത്രമുണ്ട്, ഗർഭപാത്രം ഇൻക്യുബേറ്ററാണ്. ചർച്ച് ഒരു സ്ത്രീയാണ്, ചർച്ച് പ്രസവിക്കും. ചർച്ച് ഒരു സ്ത്രീയാണ്, ചർച്ച് പ്രസവിക്കും. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തിട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ സമയം ചെയ്യാം. ചർച്ച് ഇൻക്യുബേറ്റർ. ഇനി ഗോസ്പൽ എന്ന് പറയുന്നത് അറിയാമോ? ഗോസ്പൽ ഈസ് എൻ ഇൻവിറ്റേഷൻ ടു ദ ഹെവൻലി ഫാമിലി. ദാറ്റ്സ് കിങ്ഡം ഓഫ് ഗോഡ്. Through an incubating interview hall called church. Church, gospel. നമ്മൾ എവിടെയാ സുവിശേഷം അറിയിക്കുന്നത്? എവിടെയാ സുവിശേഷം അറിയിക്കുന്നത്? സഹോദരങ്ങളെ ശ്രദ്ധയോടെ, ഇത് ബൈബിൾ ക്ലാസ്സാ, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. എവിടെയാ സുവിശേഷം അറിയിക്കുന്നത്? ലോകത്തിലല്ലേ? ലോകത്തിലല്ലേ? ലോകത്തിൽ നാം സുവിശേഷം അറിയിക്കുന്നു. നമ്മൾ അറിയിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് ദൈവരാജ്യം. നിങ്ങൾ നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുകയാണ്, ഒരാൾക്കൊണ്ട് ഇൻവിറ്റേഷൻ ഇട്ട് കൊടുക്കത്തില്ലേ? ഇതേപോലെ തന്നെ സ്വർഗീയ കുടുംബത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ, സുവിശേഷം. മനസ്സിലായോ? ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുകയാണ്. ആ കവറിന്റെ പേരാണ് ജീസസ്. യേശുവിനെ സ്വീകരിച്ചാൽ നിനക്ക് സ്വർഗീയ കുടുംബത്തിലേക്ക് വരാം. മനസ്സിലായോ? അങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ചിലർ തയ്യാറാകും. നമ്മൾ തയ്യാറായതുപോലെ. ഇത് ബിഗിനിങ് പറഞ്ഞല്ലോ. ബിഗിനിങ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനം പറഞ്ഞാൽ മനസ്സിലാവും. കാരണം നിങ്ങൾ ബിഗിനിങ് കൂടി കടന്നു പോയവരാ. തുടർന്ന് നിങ്ങൾ യേശുവിനെ ആ ലെറ്റർ അങ്ങ് വാങ്ങിച്ചു. യേശുവിനെ നിങ്ങൾ വാങ്ങിച്ചു. അതോടുകൂടി നിങ്ങൾക്ക് എന്നെ സംഭവിച്ചു പറഞ്ഞേ. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചോദിക്കുന്നത്? രക്ഷിക്കപ്പെട്ടതാണോ? ഇല്ലേ? അപ്പൊ യേശുവിനെ സ്വീകരിച്ചപ്പോ എന്ത് സംഭവിച്ചു? രക്ഷിക്കപ്പെട്ടു. ഈ രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി എങ്ങോട്ടാ ചേർത്തെന്ന് അറിയാമോ നിങ്ങൾക്ക്? തന്റെ സഭയോട് ചേർത്തു. അപ്പോസ്തലപ്രവൃത്തി 2:47 പറയുക, രക്ഷിക്കപ്പെട്ടവരെ അവിടുത്തെ ദൈവദാസനല്ല, കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തോണ്ടിരുന്നു. വായിച്ചേണ്ടത് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് ആര്? രക്ഷിക്കപ്പെടുന്നവരെ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതായത് ലോകത്തിലായിരുന്ന വ്യക്തികൾ യേശുവിനെ സ്വീകരിച്ചപ്പോ, അതായത് സ്വർഗത്തിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചപ്പോ ദിനംപ്രതി അവരെ സഭയോട്
ഒരു ദൈവരാജ്യം അവകാശമാക്കി തങ്ങാനും ആണോ നിങ്ങളുടെ ബൈബിൾ എഴുതിയിരിക്കണേ? അങ്ങനെയാണെങ്കിൽ എന്നോട് പറയണേ. ആമേൻ. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അതായത് റിക്രൂട്ട്മെന്റ് സെന്ററിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇനി ഈ റിക്രൂട്ട്മെന്റ് സെന്ററായ സഭയിൽ നിന്ന് വേണം ഞാനും നിങ്ങളും ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ. മനസ്സിലായോ? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. വായിച്ചേ ഫസ്റ്റ് കൊരിന്ത്യൻ അതിന്റെ 6-ാം അധ്യായം 9-ാം വാക്യം. ഈ ഫസ്റ്റ് കൊരിന്ത്യൻ ആർക്ക് എഴുതണമെന്ന് അറിയാമോ നിങ്ങൾക്ക്? കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്ക്, വിശുദ്ധന്മാർക്ക്, അതായത് ലോകത്തിൽ നിന്ന് യേശുക്രിസ്തു എന്ന ഇൻവിറ്റേഷൻ സ്വീകരിച്ച് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് കൊരിന്ത്യ സഭയിൽ ചേർന്നവർക്കാണ് എഴുതുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് തുല്യമല്ലേ? നമുക്ക് തുല്യമല്ലേ? കോഴിക്കോട് സഭയിൽ നിൽക്കുന്ന നമുക്ക് തുല്യമല്ലേ? ഹല്ലേലൂയ. അവരോട് എന്താ പറയണം ശ്രദ്ധിച്ചേ? അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അന്യായം ചെയ്യുന്നവർ. കൊരിന്ത്യ സഭയിലെ വിശുദ്ധരെ, നീ അന്യായം ചെയ്താൽ ഇന്ന് സഭയിൽ നിൽക്കുന്ന നീ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ സഭയിൽ നിന്ന് എങ്ങോട്ട് കിടക്കാം? എങ്ങോട്ട് കിടക്കാം? കർത്താവിന്റെ കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നിങ്ങളെ പലരെയും നിരാശരാക്കി. നിങ്ങൾ ചിന്തിച്ചു എല്ലാം കഴിഞ്ഞു എന്ന്. ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞു എന്ന്. ഇവിടെ ദൈവവചനം പറയുക, കൊരിന്ത്യ സഭയിൽ നിൽക്കുന്ന രക്ഷിക്കപ്പെട്ട വിശ്വാസിയോട് പറയുക, കുഞ്ഞെ നീ അന്യായം ചെയ്താൽ നീ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ സഭയിൽ നിന്ന് അടുത്ത് എങ്ങോട്ടാ നമ്മൾ കിടക്കേണ്ടേ? അടുത്ത ദൈവരാജ്യത്തിലല്ലേ കിടക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. ഇപ്പൊ പലർക്കും മനസ്സിലായി അവർ കർത്താവെ കർത്താവെ എന്ന് പറഞ്ഞിട്ട് തള്ളപ്പെട്ടു പോകുന്ന കാര്യം എന്താണ്. ആമേൻ. രക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ടു പോകുന്ന കാര്യം എന്താണെന്ന്. ആമേൻ. എഴുതിയ എല്ലാ ഇന്റർവ്യൂ നിങ്ങൾ പാസ്സാവോ? പാസ്സാകത്തില്ല. അത് എഴുതേണ്ടതുപോലെ എഴുതണം, ഓടേണ്ടതുപോലെ ഓടണം. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിച്ചാട്ടെ. ഇനി ഒന്നും കൂടി കൺഫ്യൂസ് ചെയ്യാം. ഗലാത്യ ലേഖനം 5:19 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗലാത്യ സഭയിലെ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതുന്ന ശ്രദ്ധിച്ചോളുക. ജഡത്തിന്റെ പ്രവൃത്തികളോ ജഡത്തിന്റെ പ്രവൃത്തികളോ വിശ്വാസികളോടാണെന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ആരാണ് ഇത് പറയുന്നത്? വിശ്വാസികളോടാണ് പറയുന്നത്. വായിച്ചാട്ടെ. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാതശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വൈക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ശ്രദ്ധിച്ചേ. ഇവിടെ ദൈവം പറയണം, ഗലാത്യ സഭയിൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് പറയുകയാണ്, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ കുഞ്ഞെ സഭയിലുള്ള, ഗലാത്യ സഭയിലുള്ള, കോഴിക്കോട് സഭയിലുള്ള വ്യക്തിയെ നീ ദൈവരാജ്യം സഭയിലുണ്ടാകത്തില്ലെന്നുള്ളതല്ല, ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന് ഞാൻ ഇപ്പൊ പറയല്ല, മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും നിന്നോട് ഇപ്പോഴും പറയുന്നു. അപ്പൊ പൗലോസിന്റെ സുവിശേഷത്തിന് എന്തായിരുന്നു പ്രാധാന്യം? ദൈവരാജ്യം അവകാശമാക്കിയിട്ടുള്ളത് പ്രാധാന്യമുള്ളതായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ പ്രിയരെ, സഭയിൽ നിന്ന് നമ്മൾ ഇനി എങ്ങോട്ട് കിടക്കണം? പറഞ്ഞ് എങ്ങോട്ട് കിടക്കണം? അപ്പൊ നാം ഇനി എന്താ അന്വേഷിക്കേണ്ടേ? നാം ഇനി എന്താ അന്വേഷിക്കേണ്ടേ? പറഞ്ഞ് നാം ഇനി എന്താ അന്വേഷിക്കേണ്ടേ? നാം ഇനി എന്താ അന്വേഷിക്കേണ്ടേ? ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യം എല്ലാവരും പറയുന്നില്ല. നാം ഇനി എന്താ അന്വേഷിക്കേണ്ടേ? കർത്താവ് പറഞ്ഞു തന്നതുപോലെ ഇനി നാം ദൈവരാജ്യമാണ് അന്വേഷിക്കേണ്ടത്. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയരെ, നാം മറ്റു പലതും അന്വേഷിക്കുന്നവരാ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് സമ്പാദിച്ച എന്തെങ്കിലും കാര്യം, മിനിസ്ട്രിയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ
ആത്മീയ ശുശ്രൂഷകളിലൂടെ ആയിക്കോട്ടെ, സൗഖ്യമാകട്ടെ, പ്രമോഷൻ ആകട്ടെ, പലതും നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാകാം. ഇത് വലിയ സന്തോഷമായിട്ടുണ്ട്. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് സമ്പാദിച്ച എന്തെങ്കിലും ഒരു കാര്യം സെമത്തേരിയുടെ ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയാം? പറ്റുമോ? അപ്പൊ നമ്മൾ ഈ അധ്വാനിക്കുന്നത് മുഴുവൻ എവിടെ ഇട്ടിട്ട് പോകാൻ പോവാ? ഇവിടെ ഇട്ടിട്ട് പോകാൻ പോവാ. നഗ്നനായി നീ വന്നു, നഗ്നനായി നീ ഇവിടുന്ന് പോകും. ഇങ്ങോട്ടേക്ക് ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനും കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് കിട്ടിയ സൗഖ്യമൊക്കെ നല്ലത് തന്നെയാണ്, നല്ലതാ. ആ സൗഖ്യം പ്രാപിച്ച് തുടർന്ന് ആ സൗഖ്യമുള്ള ശരീരം കൊണ്ട് ദൈവവിഷ്ടം ചെയ്താൽ ഹല്ലേലൂയ. അല്ലെങ്കിൽ സൗഖ്യം കിട്ടിയത് കൊണ്ട് നമുക്ക് ആ സൗഖ്യം കൊണ്ട് ഈ സെമത്തേരിയുടെ ഗേറ്റിന് അപ്പുറത്തെത്താൻ പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ നല്ലത് തന്നെയാണ്. ആ പ്രൊമോഷൻ കിട്ടുന്നത് കൊണ്ട് നാം ദൈവവിഷ്ടം ചെയ്താൽ. ആമേൻ. അല്ല എങ്കിൽ പ്രിയരെ, നമുക്ക് സെമത്തേരിയുടെ ഗേറ്റ് കടന്ന് അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നും നമ്മൾ ഇവിടുന്ന് നേടുന്നില്ല. യേശു പറഞ്ഞതുപോലെ നാം ചെയ്യുന്നില്ല എങ്കിൽ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റിയ ഒരേ ഒരു കാര്യമേ ഉള്ളത് ദേവദാസനെ കേട്ടോ. ഈ ലോകത്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരേ ഒരു കാര്യം, ഈ ലോകത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾക്കറിയാമോ? ഇല്ലോ, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ടോ? ഞാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സില്ല, വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ അവിടെയുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഒക്കെ അവിടെയാണ്. അപ്പോ അവിടെ വലിയ സൂപ്പർ മാർക്കറ്റുകൾ, ധാരാളം കൗണ്ടറുകളുള്ളതുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ സൂപ്പർ മാർക്കറ്റ് സങ്കല്പിച്ച് നിങ്ങൾ ആ സൂപ്പർ മാർക്കറ്റില് കയറി തുടർന്ന് നിറയെ സാധനങ്ങൾ അതിൽ വാരിക്കൂട്ടി, നിങ്ങളുടെ ട്രോളിയിൽ വാരിക്കൂട്ടി, ഭയങ്കര സന്തോഷം. എന്നിട്ട് നിങ്ങൾ കൗണ്ടറിൽ വന്നു. കൗണ്ടറിൽ വന്നപ്പോ കൗണ്ടറിൽ ആള് പറഞ്ഞില്ല, ഒരെണ്ണ ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു സാധനം ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾ ചിന്തിക്കുക, എടാ ഞാൻ ഈ കഷ്ടപ്പെട്ട് പറക്കി വെച്ചത് മുഴുവൻ വെറുതെ ആയല്ലോ. ആമേൻ. ഇതേപോലെയാണ് പ്രിയ സഹോദരങ്ങളെ, ഈ ലോകമെന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിന് തുല്യമാണ്. ഗ്ലോറി ടു ഗോഡ്. ഒരു വേൾഡ് സൂപ്പർ മാർക്കറ്റ്. ശ്രദ്ധിച്ചോട്ടെ, ഈ ലോകം എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിന് തുല്യമാണ്. ഒരു സ്ത്രീ ആ സൂപ്പർ മാർക്കറ്റിൽ കൂടെ, വേൾഡ് സൂപ്പർ മാർക്കറ്റിലൂടെ പോയി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതെ, നമ്മൾ പല പല കാര്യങ്ങൾ വാങ്ങിക്കുകയാ. നമ്മൾ പച്ചക്കറികൾ വാങ്ങി, പഴം വാങ്ങി, പൈനാപ്പിൾ വാങ്ങി, ആപ്പിൾ ഐപോഡ് വാങ്ങി, സാംസങ് വാങ്ങി, ടൊയോട്ടയുടെ വണ്ടി വാങ്ങി, വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി. ഇതെല്ലാം വെച്ച് നമ്മൾ ആ ട്രോളി ഉന്തിക്കൊണ്ട് ഭാരപ്പെട്ട് ഇതിനൊക്കെ ഒന്ന് മാനേജ് ചെയ്യണ്ടേ, ഭാരപ്പെട്ട് വരികയാ. കൗണ്ടറിൽ വന്നപ്പോഴാ പറഞ്ഞത് ഒരെണ്ണം കൂട്ടാൻ പറ്റത്തില്ല. വെറും വിഡ്ഢിയെ പോലെ മുഴുവൻ വാരിക്കൂട്ടി, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഗ്ലോറി. ചെക്ക് പോസ്റ്റ് സെമത്തേരി എന്ന ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദരിദ്രനായ ലാസറാണെങ്കിലും ധനവാനാണെങ്കിലും സെമത്തേരിയുടെ ഗേറ്റിലെത്തുമ്പോൾ രണ്ട് ഈക്വല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കിപ്പോ തരേണ്ടത് ഇത്തിരി വിവരം തരികയാണ്. എന്തിനാ ജീവിക്കണേന്ന് പോലും അറിയാത്ത ആളുകൾക്ക് അല്പം വിവരം തരികയാണ്. ഇത് ശ്രദ്ധിച്ചോ, ഒരു കാര്യം പ്രത്യക്ഷപ്പെടാൻ പോയി, ഇവിടെ ഒരെണ്ണം കൊണ്ടുപോകാം, സൂക്ഷിച്ചെടുത്തോ. ഇവിടെ ഒളിച്ചു കിടക്കുക. ശ്രദ്ധിച്ചോളുക, ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നൊരു സാധനമുണ്ട്. നോക്കിയേ, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഒരു നിധി ഈ ഇതിന്റെ ഇടയിൽ ലോക സൂപ്പർ മാർക്കറ്റില് ഒരു നിധി അങ്ങ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ നിധിയുടെ പേരെന്നാന്നറിയാമോ? സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്ന നിധി ഈ ലോകം എന്ന സൂപ്പർ മാർക്കറ്റിന്റെ
ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കർത്താവ് യേശു പറഞ്ഞെന്നറിയാമോ? ഏറ്റവും നല്ല ടീച്ചർ, ആ ഒരു നീതിയെ നീ അന്വേഷിച്ചു. കാരണം നിന്റെ ഈ ലോകത്തിലെ ജീവിത യാത്രയിൽ നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്നാണെന്നറിയാമോ? ഈ ദൈവരാജ്യമെന്ന ഒരേ ഒരു കാര്യമല്ലാതെ മറ്റൊന്നും പ്രിയമകനെ പ്രിയമകളെ നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പല വ്യാമോഹങ്ങളുമായി നമ്മൾ ജീവിക്കരുത്. എല്ലാം നല്ലത് തന്നെയാണ്. അതതിന്റെ സ്ഥാനം നമ്മൾ കൊടുത്താൽ എല്ലാം നല്ലത് തന്നെയാണ്. ഗ്ലോറി. നമ്മുടെ ചിന്തയിലെ ആത്മീയത എന്ന് പറയുന്നത് ഒരുപക്ഷെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതും ഭൂതങ്ങൾ പുറത്താവുന്നതും ഒക്കെ സംഭവം ശരിയാണ്, നല്ലത്, അതൊക്കെ നല്ലതാ. പക്ഷേ ഏറ്റവും നല്ലത് കയ്യിലില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കർത്താവ് പറയും, ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി വലിയ അഭിഷേകം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞ കാര്യമില്ല. പകരം ഈ ലോകയാത്രയിൽ പ്രിയ മകനെ മകളെ, ഈ ഒളിഞ്ഞു കിടക്കുന്ന ദൈവരാജ്യം ഞാൻ നിങ്ങൾ അവകാശമാക്കുന്നില്ല എങ്കിൽ നമ്മുടെ യാത്ര വ്യർത്ഥമാ. ചോദിച്ചപ്പോ സഹോദരങ്ങളെ മനസ്സിലായി എന്തിനാ ജീവിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഈ രണ്ട് കണ്ണും രണ്ട് കൈയും രണ്ട് കാലം കൊണ്ട് ഞാനങ്ങ് ജീവിക്കുകയാ. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണെന്ന് പറഞ്ഞുതരാ. ദൈവ ഇഷ്ടം ചെയ്ത് ഈ ദൈവരാജ്യം അവകാശമാക്കുവാനാണ് ഞാൻ ഈ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുഞ്ഞതിനാനിക കൺവെൻഷനുകളും ക്രൂസൈഡുകളും എല്ലാം വ്യർത്ഥമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രം ചെയ്ത് അവസാനിക്കുന്നവരായിത്തീരും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്ക് മടങ്ങി വരാം. അനേക കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അല്പസമയമേ ഉള്ളൂ. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ബുക്ക് വാങ്ങിക്കുന്നെങ്കിൽ ബുക്കിന്റെ പുറകിൽ നമ്മുടെ വെബ്സൈറ്റ് എഴുതിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഫ്രീ ആയി അനേക സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ മനസ്സിലാക്കാം കഴിയും. അത് നിങ്ങൾ ചെയ്താട്ടെ. കാരണം അനേകം മണിക്കൂറുകൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇന്ന് ലോകത്തിൽ വിരളമാണ്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് അനേകം മണിക്കൂറുകൾ പ്രസംഗങ്ങൾ അതിലുണ്ട്. അനേക മണിക്കൂറുകൾ കർത്താവ്, നിങ്ങൾ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിച്ചു നോക്കിയാൽ എല്ലാം ദൈവരാജ്യത്തിന്റെ അവിടെ കാണുവാൻ കഴിയും. താന് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കർത്താവിന് വചനം പറയുക. 40 ദിവസവും കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യം പ്രസംഗിച്ചു. നമുക്ക് ഇന്ന് അരമണിക്കൂർ മുതൽ ദൈവരാജ്യം പ്രസംഗിക്കാതെ സത്യത്തില്ല. പക്ഷെ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് അനേക മണിക്കൂറുകൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. www.thevoiceofgod.org എന്ന വെബ്സൈറ്റ് ആ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറുവാൻ, നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ അവിടെ കയറുവാൻ, അവിടെ കയറുകയും പഠിക്കുവാനും ഇടയാകട്ടെ. ആമേൻ. ഒന്നും പൈസ കൊടുക്കേണ്ട, സൗജന്യമായിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കപ്പെടുവാനായിട്ട് ഇടയാകും. ഗ്ലോറി ടു ഗോഡ്. പ്രിയ ദൈവത്തിനെ ശ്രദ്ധിച്ചാട്ടെ, ദേവദാസന്മാരെ ശ്രദ്ധിച്ചാട്ടെ. നമ്മളിന്ന് ലോകത്തിൽ നമ്മൾ ഇത്രയും പരിപാടി ചെയ്തിട്ടും കർത്താവിന്റെ ഗേറ്റിൽ ഒരു തള്ളിപ്പോകാൻ കാരണം എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ മനോഹരമായി ചെയ്തതിന്റെ ഫസ്റ്റ് പാർട്ടാ. ലോകത്തിലോട്ട് പോയി സുവിശേഷം അറിയിച്ചു, അവരെ സ്നാനപ്പെടുത്തി, സഭയിൽ ചേർന്നു. ഹല്ലേലൂയ. സഭ ഒരു റിക്രൂട്ട്മെന്റ് സെന്റർ ആണെന്നും സഭ ഒരു ഇൻക്യുബേറ്റർ ആണെന്നും സഭയിൽ വെച്ചൊരു വളർച്ച ആവശ്യമാണെന്നും ആ വളർച്ചയിൽ ഈ വ്യക്തി തന്റെ സ്വന്തം ഇഷ്ടം വിട്ട് ദൈവ ഇഷ്ടം തിരിച്ചറിയുമെന്നും അങ്ങനെ ദൈവിഷ്ടം തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ദൈവിഷ്ടം ചെയ്യുമെന്നും അങ്ങനെ ദൈവിഷ്ടം ചെയ്യുന്നവർക്കാണ് ദൈവരാജ്യമെന്നും പൂർണ്ണമായൊരു ബോധം ജനത്തിന്റെ ഉള്ളിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയതിന്റെ ഉദ്ദേശം അപ്പോസ്തലന്മാർ ലോകത്തിൽ പോയി പ്രവർത്തിക്കുന്ന കാര്യമാണ്. സുവിശേഷം അറിയിക്കുന്നു. അവരെന്താ ചെയ്യുന്നത്? ഫസ്റ്റ് പാർട്ട് ചെയ്യുകയാണ്.